ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം DGPയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഷീല സണ്ണിയിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. ഷീല സണ്ണിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയെന്നും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് മൊഴി പരിശോധിച്ച ശേഷം മാത്രമേ പറയാൻ കഴിയൂവെന്നും ACP VK രാജു പറഞ്ഞു. പോലീസ് ഒരാഴ്ചയായിട്ടുള്ളൂ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിലെ വിക്റ്റിമായിട്ടുള്ള ഷീല സണ്ണി ഒന്ന് കാണാൻ വേണ്ടി വന്നു. അവരെ കണ്ടു, മൊഴിയെടുത്തു. ഞങ്ങൾ പ്രാഥമിക അന്വേഷണത്തിലാണ് ഞങ്ങൾ. സത്യം തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഷീല സണ്ണി പറഞ്ഞു. തനിക്കറിയാവുന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. കേസിൽ എക്സൈസിനും പങ്കുണ്ടെന്ന് ഷീല സണ്ണി ആരോപിച്ചു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസ് കാരണം ജീവിതം തകർന്നെന്നും ഷീല സണ്ണി വ്യക്തമാക്കി. പുതിയ അന്വേഷണ സംഘം വന്ന കാരണം നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അവർ സംസാരിച്ചതിൽ നല്ല പ്രതീക്ഷയുണ്ട്. എക്സൈസിനും ഉണ്ട്, അതല്ല ആദ്യം അതിപ്പോൾ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നഷ്ടപരിഹാരത്തിന്റെ കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാധിച്ചു പറഞ്ഞെങ്കിൽ അത് കുറേ എന്നെ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതം. ഷീല സണ്ണിയുടെ അടുത്ത ബന്ധുവിന്റെ സുഹൃത്താണ് വ്യാജലഹരി കേസിലെ പ്രതി. എറണാകുളം സ്വദേശിയായ പ്രതി നാരായണദാസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും തള്ളുകയായിരുന്നു. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. 2023 ഫെബ്രുവരി 27 ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നും വ്യാജലഹരി പിടികൂടിയത്. നാരായണദാസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന നടത്തിയത്. തുടർന്ന് ഷീല സണ്ണി 72 ദിവസം ജയിൽവാസം അനുഭവിച്ചു. പിടികൂടിയത് ലഹരി പദാർത്ഥമല്ലെന്ന് ലാബ് പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് ഹൈക്കോടതി കേസ് റദ്ദാക്കി. സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. റിപ്പോർട്ടർ, തൃശൂർ.